മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് വരുന്ന ഒരു സിനിമ മലയാള സിനിമാ പ്രേക്ഷകരെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. പൊതുവെ അവരെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പൊ ലാലേട്ടനെ ആണെങ്കിൽ ഒരു മുണ്ടും ഷർട്ടും ഒക്കെ എടുത്ത് ഒരു ലോക്കൽ സെറ്റപ്പിൽ തനി നാട്ടുമ്പുറത്തുകാരനായിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ മീശയൊക്കെ പിരിച്ച് മാസ് കാണിക്കുന്ന ഒരാളായിട്ടോ അങ്ങനെയൊക്കെ കാണാനാണ് മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടം. മമ്മൂക്കയെ സംബന്ധിച്ച് മമ്മൂക്കയും അങ്ങനെ ഒരു നമ്മളോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരാളുടെ ക്യാരക്ടറൊക്കെ ആയിട്ടാണ് കാണാൻ ഇഷ്ടം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഒരുപക്ഷെ ആഘോഷിക്കാനും അതുപോലെ ഇവരെ അങ്ങനെ കാണാനൊക്കെ ഭയങ്കര രസകരമായിരിക്കും. ഇപ്പൊ മഹേഷ് നാരായൺ പ്രോജക്റ്റിൽ അവർ വരുന്നത് അത്തരം കഥാപാത്രങ്ങളിലല്ല. കാരണം മലയാളികളോട് ഏറെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു ടെറിട്ടറിയിൽ ഒന്നും കഥ പറയുന്ന സിനിമയല്ല. കുറച്ചുകൂടെ ഒരു ഹൈ ലെവൽ പരിപാടികളൊക്കെ ആയിട്ടാണ് സിനിമ വരുന്നത്. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും ഇന്നലെ വന്ന ടീസറിന് സമ്മിശ്ര പ്രതികരണം വരാനുള്ള ഒരു കാരണവും. അല്ലെങ്കിൽ ഈ പ്രോജക്റ്റിനോട് അത്രത്തോളം ഒരു ഹൈപ്പ് പൊതുവെ മലയാളി പ്രേക്ഷകർക്കിടയിൽ വന്നിട്ടില്ല. ഇനി അങ്ങോട്ട് ഇതിന്റെ ഹൈപ്പ് വർദ്ധിച്ചു വരണം. 2020 കാര്യം എടുത്താൽ അതിൽ ദേവരാജ പ്രതാപ വർമ്മയും അതുപോലെ അഡ്വക്കേറ്റ് രമേശ് നമ്പ്യാറും എന്താ പറയുക മലയാളികൾക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. അതിന്റെ സ്റ്റോറിയും അങ്ങനെയാണ്. അതിൽ ഉദയകൃഷ്ണ CBK തോമസ് വളരെ ഭംഗിയായി ലാലേട്ടനെ മമ്മൂക്കയും പ്രസന്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവർ തമ്മിലുള്ള ഒരു മത്സരവും പരിപാടികളൊക്കെ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നു. അത് തന്നെയായിരുന്നു ആ സിനിമയുടെ വിജയവും ആ കഥാപാത്രങ്ങളെ പിന്നീടും നമ്മളൊക്കെ ഓർത്തിരിക്കാനും കാരണം. അങ്ങനെ ഒരു ലോക്കൽ സെറ്റപ്പിലേക്ക് ഇവരുടെ ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് നമ്മൾക്ക്, കാരണം ഇവരൊക്കെ നമ്മുടെയൊക്കെ വളരെയധികം അടുത്ത് നിൽക്കുന്ന ആൾക്കാരായിട്ട് വരുമ്പോഴാണ് നമുക്ക് അവരെ ആഘോഷിക്കാനും നമുക്ക് അവരെ ഇഷ്ടപ്പെടാനൊക്കെ പെട്ടെന്ന് കഴിയാം. അത്തരം സിനിമകൾ തിയേറ്ററിൽ പോയി കാണാനൊക്കെ മലയാളികൾക്കും ഇഷ്ടമാണ്. അതേസമയം മഹേഷ് നാരായൺ പ്രോജക്റ്റ് അങ്ങനെയൊന്നും അല്ലാത്തത് കൊണ്ടുള്ള പ്രശ്നം സ്വാഭാവികമായിട്ടുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവരെ ഒരു കുറച്ചൊരു ഹൈ ലെവൽ പരിപാടിയിൽ പ്ലേസ് ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നാണ് പേഴ്സണലി തോന്നുന്നത്. എന്തായാലും മമ്മൂക്കയും ലാലേട്ടനും ഒരുമിച്ച് വരിക എന്നുള്ളത് മലയാള സിനിമാ പ്രേക്ഷകർക്ക് വല്ലപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മഹേഷ് നാരായൺ പ്രോജക്റ്റിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചു. അപ്പോൾ അത് ആ സിനിമ കൂടെ നന്നായി കഴിഞ്ഞാൽ മലയാളികൾക്ക് എക്കാലം ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. മഹേഷ് നാരായണനുള്ള പ്രതീക്ഷ ഇനിയും അസ്തമിച്ചിട്ടില്ല. ഇതിന്റെ ഒരു തീമിലും അതുപോലെ ഇന്നലെ വന്ന ടീസറിലും ഒക്കെ സമ്മിശ്രമായിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ പോലും മഹേഷ് നാരായൺ എന്ന് പറയുന്ന ക്രാഫ്റ്റ്മാനിൽ ഇപ്പോഴും ഹോപ്പ് ഉണ്ട്. അദ്ദേഹത്തിന്റെ റൈറ്റിംഗിലും ഹോപ്പ് ഉണ്ട്. അപ്പൊ എന്തായാലും നല്ലത് സംഭവിക്കട്ടെ. ഇനി ഒരു പക്ഷേ മമ്മൂക്കയും ലാലേട്ടനൊക്കെ ഒരുമിച്ച് വരുന്ന സിനിമ സംഭവിക്കുമോ എന്ന് നമുക്ക് പോലും അറിയില്ല. കാരണം ഏതാണ്ട് ഒരു 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരൊരു ത്രൂ ഔട്ട് റോളിലൊക്കെ വരുന്ന സിനിമ വരുന്നത്. ഇനിയും ഒരുപക്ഷെ ഇവർ ഒന്നിക്കുന്ന ഒരു സിനിമ കാണാൻ നമുക്ക് ഭാഗ്യം ഉണ്ടാവുമെന്ന് അറിയില്ല. അപ്പൊ ഈ ഒരു സിനിമ ആ രീതിയിൽ നമുക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം.